വളരെ പ്രിയപ്പെട്ട ഒരാൾ എന്തോ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, ഒരു കമ്മ്യൂണിക്കേഷൻ എറർ, ഒരു തെറ്റിദ്ധാരണ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. നമ്മൾ ചിന്തിക്കുന്നത് പോയതല്ലേ, ഞാനായിട്ട് വിട്ടതല്ലല്ലോ, ഞാനായിട്ടൊന്നും പറഞ്ഞതല്ലല്ലോ, പോയതല്ലേ, പോട്ടെ. ദാമ്പത്യ ബന്ധത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ ഒരു കൂരയ്ക്ക് കീഴിൽ താമസിക്കുമ്പോഴും നിങ്ങൾക്കിടയിലെ നഷ്ടപ്രണയം, നിങ്ങൾക്കിടയിലെ സ്നേഹം എപ്പോഴോ പടിയിറങ്ങിപ്പോയില്ലേ? നമ്മൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? പോയത് പോട്ടെ, ഞാനായിട്ടൊന്നും ചെയ്തിട്ടില്ലല്ലോ, വേണമെങ്കിൽ തിരിച്ചു വരട്ടെ. മക്കള് ഒരു ഘട്ടത്തിൽ നമ്മളേറെ സ്നേഹിച്ചു വളർത്തിയവർ ഇറങ്ങിപ്പോകാൻ തുനിയുമ്പോൾ പോയത് പോട്ടെന്ന് വെച്ച് നിസ്സംഗരായി നോക്കി നിൽക്കരുത്. ഇനി നമ്മുടെ പേഴ്സണൽ ലൈഫിലേക്ക് നോക്കുമ്പോഴല്ലോ, ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് ചില നന്മകൾ പടിയിറങ്ങിപ്പോയിട്ടുണ്ട്. ചില ശ്രേഷ്ഠ നന്മകൾ, പൂർവ്വകാലത്തിൻ്റെ മെച്ചങ്ങൾ, ചില വാല്യൂസ്, വെർച്യൂസ് ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ചോർന്നു പോകുന്നുണ്ട്. നമ്മൾ ഓർക്കുന്നത് മുന്നോട്ടുള്ള വളർച്ചയിൽ, മുന്നോട്ടുള്ള യാത്രയിൽ അത്തരം നഷ്ടങ്ങൾ അനിവാര്യമാണെന്ന് വിചാരിച്ച് നമ്മൾ നമ്മളെ തന്നെ അങ്ങ് സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെയല്ല. പടിയിറങ്ങിപ്പോയവരും ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയവരും തിരിച്ചു വരാത്തത് എന്താണെന്നറിയാമോ? തിരിച്ചു വരുന്നൊരു മൊമെൻറ്റിൽ അവരുടെ ആത്മാഭിമാനം വ്രണപ്പെടുകയാണ്. ഒരു ഘട്ടത്തിൽ അവർക്കും തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരിക്കും ഇറങ്ങിപ്പോയി, തെറ്റായിപ്പോയി. പിന്നെയും അവരെന്താ തിരിച്ചു വരാൻ മടിക്കുന്നത്? തിരിച്ചു വരുമ്പോൾ തല കുനിച്ച് കയറി വരണമല്ലോ എന്നോർത്തിട്ട്. അതുകൊണ്ട് തിരിച്ചുവരവുകളെ ആഘോഷമാക്കാൻ നമ്മൾ ഒരുങ്ങി നിൽക്കുകയാണെന്നറിയുമ്പോൾ അഭിമാനത്തോടെ തല ഉയർത്തി തിരിച്ചു വരും പോയവർ പലരും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നേരത്തും ചിലതൊക്കെ ഓർമ്മയിലേക്ക് എത്തുന്നില്ലേ? ചില നഷ്ടപ്പെട്ടു പോയത്, കാണാതെ പോയത്, കണ്ടെത്താൻ തുനിഞ്ഞിറങ്ങാതെ നിസ്സംഗതയോടെ നോക്കി നിന്ന നേരങ്ങൾ ഒന്നും തിരിച്ചു പിടിച്ചിരുന്നെങ്കിൽ, ഒന്ന് കൈനീട്ടി കൊടുത്തിരുന്നെങ്കിൽ തിരിച്ചു വരുമായിരുന്നവരുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ. അതുകൊണ്ട് ഓർക്കുക, രണ്ട് ചിന്തകൾ. ഒന്ന്, പോയത് പോട്ടെന്ന് വെക്കരുത്. രണ്ട്, തിരിച്ചുവരവുകളെ സന്തോഷത്തിൻ്റെ നേരമാക്കണം. ഒരു നോട്ടം കൊണ്ട് പോലും തിരിച്ചു വരുന്നവരെ കുത്തി നോവിക്കരുത്. നീ തിരിച്ചു വന്നതിൽ ഞാനും ഞങ്ങളും ഏറെ സന്തോഷിക്കുന്നു എന്ന പ്രതീതി ജനിപ്പിക്കുമ്പോൾ അങ്ങനത്തെ ഒരാഘോഷം മതി പുറത്തു നിൽക്കുന്ന ഒത്തിരി പേർക്ക്, പടിയിറങ്ങിപ്പോയ ഒത്തിരി പേർക്ക് തിരിച്ചു വരാൻ അത് പ്രചോദനമാകും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പാതി വഴിയിൽ നഷ്ടപ്പെട്ടു പോയവരും പടിയിറങ്ങിപ്പോയവരുമുണ്ട്. പോയത് പോട്ടെന്ന് വെച്ച് നിസ്സംഗതയോടെ ഞാൻ നോക്കി നിന്ന നേരങ്ങളുമുണ്ട്. ഞാൻ തിരിച്ചറിയുന്നു ആ നിലപാട് തെറ്റിപ്പോയി. തിരിച്ചു വരുവാൻ, അവരുടെ തിരിച്ചുവരവിന് ഞാനും കാരണമാകട്ടെ. ആ തിരിച്ചുവരവുകളെ ഞാൻ ആഘോഷമാക്കട്ടെ.